ഒരു വസന്തം കൂടി. ഭാഗം 44. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഈശ്വരമംഗലത്ത് അന്നത്തെ ചർച്ച സാരംഗായിരുന്നു. മാധവനും രവീന്ദ്രനും അച്ഛൻ്റെ അഭിപ്രായം അറിയാനായി കാതോർത്തു. കരുണാകരമേനോൻ ആലോചനയോടെയിരുന്നു. സാരംഗം ഉള്ളിൽ ചവിട്ടിയ അവസ്ഥയിലായിരുന്നു. മുത്തശ്ശൻ എതിർപ്പ് എന്തെങ്കിലും പറയുമോ എന്നായിരുന്നു അവൻ്റെ ടെൻഷൻ മുഴുവനും. മാധവനും രവീന്ദ്രനും അതുപോലെ തന്നെയായിരുന്നു. അച്ഛൻ്റെ ആലോചന തന്നെയായിരുന്നു അവരുടെയും സംശയം. ഒടുവിൽ കരുണാകരമേനോൻ സാരംഗിനെ അടുത്തേക്ക് വിളിച്ചു. ഇന്ന് വരെ ഈശ്വരമംഗലത്ത് എന്ത് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും അതെല്ലാം കുടുംബാംഗങ്ങൾ ഒന്നിച്ചു തന്നെയാണ്. ഇപ്പോൾ നിന്റെ കാര്യത്തിലും ആ തീരുമാനത്തിലും മാറ്റമൊന്നുമില്ല. നിനക്കിഷ്ടമുള്ള ഏത് പെൺകുട്ടിയെയും ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ ഇവിടെ ആർക്കും ഒരു വിഷമവുമില്ല. കാരണം ജീവിക്കാനുള്ളത് നിങ്ങൾ തമ്മിലാണ്. പിന്നെ അവൾ അനാഥയാണ് എന്നുള്ള കാര്യം, ആരും അനാഥരായി ജനിക്കുന്നില്ല. ചില സാഹചര്യങ്ങൾ അവരെ അനാഥരാക്കുന്നതാണ്. അവൾക്കിവിടെ അച്ഛനും അമ്മയും ചെറിയച്ഛനും ചെറിയമ്മയും സഹോദരങ്ങളും സഹോദരിയും കാണും. അതുകൊണ്ട് ഞാൻ തന്നെ ഫാദറിനെ വിളിച്ച് നമ്മൾ അവിടേക്ക് ചെല്ലുന്ന കാര്യം പറഞ്ഞേക്കാം. പിന്നൊരു കാര്യം, നന്ദുമോളുടെ വീട്ടിൽ വിവരം അറിയിച്ചേക്ക്. അവരെയും കൂട്ടി വേണം നമുക്ക് പോകാൻ. മുത്തശ്ശൻ പറഞ്ഞതുപോലെ രാവിലെ തന്നെ പള്ളിമുറ്റത്ത് ഈശ്വരമംഗലത്ത് നിന്ന് പുറപ്പെട്ട 3 കാറുകളും എത്തി. കാറിൽ നിന്ന് എല്ലാവരും പുറത്തേക്കിറങ്ങി. ഫാദറും കപ്പിയാരും പുറത്തേക്ക് ഇറങ്ങി വന്നു. പള്ളിയങ്കണത്തിൽ നിൽക്കുന്ന കാറുകളും അതിൽ നിന്നിറങ്ങുന്ന ആൾക്കാരെയും കണ്ട് ഫാദറിന് സന്തോഷം തോന്നി. ആരുമില്ലാത്ത ഒരു കുടുംബത്തിലേക്കല്ല തൻ്റെ മകൾ ചെന്ന് കയറുന്നതെന്ന് തോന്നൽ. എല്ലാവരെയും ഫാദർ വിസിറ്റേഴ്സ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കരുണാകരമേനോനാണ് എല്ലാവരെയും ഫാദറിന് പരിചയപ്പെടുത്തി കൊടുത്തത്. തറവാട്ട് പേരൊന്നും കേട്ട് ഫാദർ പേടിക്കണ്ട, ഞങ്ങളും മനുഷ്യരാണ്. സ്നേഹിക്കുന്ന 2 മനസ്സുകൾ ഒന്നിച്ച് ജീവിക്കാൻ ജാതിയും മതവും ഒന്നും തടസ്സമല്ല. എൻ്റെ മോൾ ഭാഗ്യവതിയാണ്. ഇത്രയും നാൾ അവൾ അനുഭവിച്ച സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കും ഒക്കെ കർത്താവ് തിരികെ അവൾക്ക് ഇത്രയും സന്തോഷം നൽകിയില്ലേ? എന്നാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവളെ കാണാൻ കൊതിയായി. ഫാദർ വിളിക്കാമോ? ഇവൻ മാത്രമല്ല മോളെ കണ്ടിട്ടുള്ളൂ. അതിനെന്താ? ഫാദർ അകത്തേക്ക് നോക്കി വിളിച്ചു. മോളെ ആനു. വെളുത്ത് മെലിഞ്ഞൊരു പെൺകുട്ടി പുറത്തേക്ക് വന്നു. ഇതാണ് നിങ്ങൾ കാണാൻ വന്ന ഡോക്ടർ അരുന്ധതി. ലതയും സുമയും നന്ദുവും അരുന്ധതിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ പിടിച്ച് അവരുടെ അടുത്തായിരുത്തി. മോളെക്കുറിച്ച് സാരംഗ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല. ഞങ്ങളുടെ മോളായി ഇവളെ തരാൻ ഫാദറിന് പറ്റുമോ? വേറൊരു ഡിമാൻഡ് ഞങ്ങൾക്കില്ല. ഫാദറിന് ഈശ്വരമംഗലത്തുകാരെക്കുറിച്ച് അന്വേഷിക്കാം. പൂർണ്ണ മനസ്സോടെ മോളെ തന്നാൽ മതി. വിവാഹം എപ്പോൾ വേണമെങ്കിലും നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. എവിടെ വെച്ച് എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ മതി. മോളെ അനു, അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ? മുത്തശ്ശനും ബാക്കിയുള്ളവരും അങ്ങനെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നും മാറാൻ നോക്കുന്നുണ്ട്. വേറെ 1-2 ഇടത്ത് ശ്രമിക്കുന്നു. മോൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് മാർത്താണ്ഡൻ ഡോക്ടറുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാം. അതാകുമ്പോൾ ആവശ്യത്തിന് സാലറിയും കിട്ടും. മാർത്താണ്ഡൻ ഡോക്ടർ മുത്തശ്ശൻ അറിയാമോ? അനു അതിശയത്തിൽ ചോദിച്ചു. പിന്നെ മാർത്താണ്ഡൻ ഡോക്ടറുടെ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിരുന്നു നന്ദുമോൾ. നന്ദുമോളെ റെക്കമെൻഡ് ചെയ്താൽ പോലും മോൾക്ക് മാർത്താണ്ഡൻ ഡോക്ടറെ അസിസ്റ്റ് ചെയ്യാം. അത്രമാത്രം അടുപ്പമാണ് ഞങ്ങളുടെ കുടുംബവുമായി ഡോക്ടർക്ക്. മുത്തശ്ശൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഒരുമിച്ച് പഠിച്ചവർ. വേണം മുത്തശ്ശ, എനിക്ക് ഡോക്ടറെ അസിസ്റ്റ് ചെയ്യണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണത്. അവളുടെ സന്തോഷം കണ്ടപ്പോൾ എല്ലാവരും ചിരിച്ചു. നമ്മുടെ ഫാമിലി ഡോക്ടറാണ് മോളെ മാർത്താണ്ഡൻ ഡോക്ടർ. സുമയും ലതയും പറഞ്ഞു. ഞാൻ സാരംഗിൻ്റെ വല്യമ്മയാണ്. സുമ പരിചയപ്പെടുത്തി. പക്ഷേ അവൻ സുമാമ്മയെന്നാണ് വിളിക്കുന്നത്. മോളും അതുപോലെ വിളിച്ചാൽ മതി. ഞാനാണ് അവൻ്റെ അമ്മ. ലതയും സ്വയം പരിചയപ്പെടുത്തി. ലതയും സുമയും കൂടി അനുവിൻ്റെ കൈപിടിച്ച് അവളുടെ 2 കൈയിലും ഓരോ വളകൾ അണിയിച്ചു. ഇതൊന്നും വേണ്ടായിരുന്നു അമ്മേ, ഞാനിതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. മോളൊന്നും ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ലെന്നും ഞങ്ങളുടെ മോൻ്റെ ഭാര്യയ്ക്ക് ഇതെല്ലാം വേണം. അത് ഞങ്ങളുടെ ആഗ്രഹമാണ്. ഞാനൊന്നും കൊടുത്തില്ലല്ലോ അമ്മേ. നന്ദു കുഞ്ഞിനെയും കൊണ്ട് അനുവിൻ്റെ അടുത്തേക്ക് വന്നു. നീ കൊടുക്കുന്നതിന് പകരമാണ് ഞങ്ങൾ കൊടുത്തത്. 2 പേരും കൂടി നന്ദുവിനെ നോക്കുമ്പോൾ അവൾ മുഖം ചുളിച്ചു. അമ്മ മോളെ ഒന്ന് പിടിക്കുമോ? നന്ദു കുഞ്ഞിനെ സുമയുടെ കയ്യിൽ കൊടുത്തു. ഞാനൊന്നും കൊണ്ടുവന്നില്ല തരാനായി. അനുവിനെ ചേർത്ത് പിടിച്ച് കവിളിച്ചുണ്ട് ചേർത്തു. ഇതെൻ്റെ സമ്മാനമായി ഇരിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ അനുവിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ആരുമില്ലെന്ന് ഇനി ഒരിക്കലും തോന്നാൻ പാടില്ല. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഫാദറിനും അവരുടെ എല്ലാവരുടെയും സ്വഭാവം നന്നേ ഇഷ്ടപ്പെട്ടു. വിവാഹത്തിന് ആർഭാടം ഒന്നും വേണ്ട ഫാദർ. അതും കൂടി നമുക്ക് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിലവാക്കാം. നിങ്ങളുടെ നല്ല മനസ്സ്. ഫാദർ ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ച് അറിയിച്ചാൽ മതി. ഞങ്ങൾ ഇറങ്ങുന്നു.
അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. ഞങ്ങളിവിടെ ചെറിയൊരു ചായ സൽക്കാരം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൂടി കഴിഞ്ഞു പോകാം. എന്തിനാ ഫാദർ വെറുതെ ബുദ്ധിമുട്ടിയത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. അതൊന്നും സാരമില്ല, ചെറിയൊരു സന്തോഷം പങ്കിടൽ, അത്രയേ ഉള്ളൂ. എല്ലാവരും ചായ കുടിച്ച് സന്തോഷത്തോടു കൂടിയാണ് പിരിഞ്ഞത്. കാർ വരെ അനുവും അവരെ അനുഗമിച്ചു. അവർ സാരംഗിൻ്റെ കയ്യിൽ കൊരുത്തു പിടിച്ചു. താങ്ക്സ്, ഇത്രയും നല്ലൊരു ഫാമിലിയെ തന്നതിന്. സത്യയുടെ കോൾ വരുമ്പോൾ ശിവ മൊബൈലുമായി ബാൽക്കണിയിലേക്ക് പോയി. ചുണ്ടിനിടയിൽ സിഗരറ്റ് തിരുകിക്കൊണ്ട് ആഞ്ഞൊരു പുക അകത്തേക്കെടുത്തു. പിന്നെ അത് ചുരുളുകളാക്കി ഊതി പറത്തി. സിഗരറ്റിൻ്റെ രൂക്ഷഗന്ധം നീലു എവിടെയാണെന്ന് അന്വേഷിച്ച് നടന്നു. ബാൽക്കണിയിൽ ചെല്ലുമ്പോൾ കണ്ടു ആസ്വദിച്ചു പുക ഊതി രസിക്കുന്നവൻ. മൊബൈലിൽ കളി പറഞ്ഞ് ചിരിക്കുകയും ചെയ്യുന്ന ശിവയെ. ബോക്സർ മാത്രമാണ് വേഷം. ജീൻ ഊരി ബെഡിൽ എറിഞ്ഞിട്ടുണ്ട്. കുളി കഴിഞ്ഞതേയുള്ളൂ. മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ മുതുകിൽ പറ്റിയിരിപ്പുണ്ട്. ശിവയുടെ മുതുകിലെ തൃശൂലവും ഡമരവും പച്ച കുത്തിയിട്ടുണ്ട്. അപ്പോൾ സാരംഗിൻ്റെ കാര്യത്തിലും തീരുമാനമായി അല്ലേ സത്യ? നിങ്ങൾ ഫാദറിനെ കാണാൻ പോയ സമയത്ത് എന്നെ കൂടി വിളിക്കാത്തതിൽ എനിക്ക് പരിഭവമുണ്ട് സത്യ. പിന്നെ എന്തായാലും ബാക്കി ചടങ്ങുകളൊന്നും നടന്നില്ലല്ലോ എന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ക്ഷമിക്കുന്നത്. പിന്നിൽ നിന്ന് നീലു അവൻ്റെ കയ്യിലിരുന്ന സിഗരറ്റ് വാങ്ങി നിലത്തേക്ക് എറിഞ്ഞു. പിന്തിരിഞ്ഞു പോകാൻ തുടങ്ങിയവളെ കയ്യിൽ പിടിച്ച് തൻ്റെ മാറോട് ചേർത്തു ശിവ. പെണ്ണ് കയ്യിൽ കിടന്ന് കുതിരാൻ ശ്രമിച്ചുവെങ്കിലും ശിവയുടെ ബലിഷ്ഠമായ കൈകളിൽ നിന്നും അവൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. എന്നാൽ എല്ലാം പറഞ്ഞതുപോലെ സത്യ, ഞാൻ ഫോൺ വയ്ക്കുന്നു. ശിവ ഫോൺ കട്ടാക്കി ബെഡിലിട്ട് അവളെ വരിഞ്ഞു മുറുക്കി. എന്താണ് മോളെ ആകെ ഒരു വശപ്പിശക്? എന്ത് വശപ്പിശക്? നീല കണ്ണുരുട്ടി ശിവയെ നോക്കി. കുനിഞ്ഞുപോയി അവളുടെ മുഖം പിടിച്ചുയർത്തി മാറോട് ചേർത്ത് പിടിച്ചു ശിവ. ശിവേട്ടാ വിട്ടേ, മോൻ ഉണരും ഇപ്പോൾ. വെറുതെ ഇരുന്ന എന്നെ ഇങ്ങോട്ട് വന്ന് പ്രലോഭിച്ചിട്ട് ഇനി വിടുന്ന പ്രശ്നമില്ല മോളെ. കുറച്ച് ദിവസമായി ശിവേട്ടൻ നിന്നെ നോക്കി വെച്ചിട്ട് ഇപ്പോൾ മോളൊക്കെയാണല്ലോ. ഇല്ല ശിവേട്ട, ഞാൻ ഓക്കെ അല്ല. അല്ലേന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവളെ കോരിയെടുത്ത് ബെഡിൽ കിടത്തി അവളുടെ മേലെ കൈകുത്തി നിന്നു. പെണ്ണിൻ്റെ മുഖം ചുവന്നു തുടുത്തു. ശിവ പതിയെ അവളുടെ സൈഡിൽ കിടന്നു. പിന്നെ മുഖത്തൂടെ പതിയെ വിരലോടിച്ചു. കണ്ണിലും മുക്കിലും കവിളിലും തൊട്ട് വിരലുകൾ അവളുടെ ചുണ്ടിലെത്തി നിന്നു. അവൻ അവളുടെ ചുണ്ട് പതിയെ ഞെരടി വിട്ടു. നീലു അവനെ നോക്കി. നീലുവിൻ്റെ ശരീരം എന്തിനൊക്കെയോ കൊതിച്ചു. ശിവ അവളുടെ ചുണ്ടിൽ ചുണ്ട് ചേർത്തു. നീലു അവളുടെ ചുണ്ടുകൾ വിടർത്തി അവനെ ചേർത്തു പിടിച്ചു. ചുണ്ടിൽ നിന്നും ചുണ്ടിലേക്ക് രണ്ടുപേരും മത്സരിച്ച് തേന്നു പറന്നു. നാവും ചുണ്ടും ചേർന്ന് വായിൽ ചോര ചവച്ചു. ശിവ അവളിൽ നിന്ന് അകന്നു മാറി. നീലു അവൻ്റെ കൈപിടിച്ച് അവളുടെ ദേഹത്തേക്ക് വലിച്ചടുപ്പിച്ചു. അവൻ്റെ കണ്ണുകളിൽ നോക്കി വശ്യതയോടെ. മേക്ക് മീ കംപ്ലീറ്റ് ശിവേട്ടാ, നീലു അവൻ്റെ കാതോരം പറഞ്ഞു. ശിവ അവളെ എഴുന്നേൽപ്പിച്ച് അവൻ്റെ മടിയിലെടുത്തി അവളുടെ ടീഷർട്ട് ഊരി മാറ്റി. നിറഞ്ഞ മാറിടങ്ങൾ കൈകൊണ്ട് ഞെരിച്ചും അവളുടെ ചുണ്ടുകളിൽ ചുണ്ട് ചേർത്ത് പിടിച്ചു. ബെഡിലേക്ക് അവളെ കിടത്തി. ചുണ്ടിൽ നിന്നും വഴുതി മാറിയ ചുംബനം കഴുത്തിലൂടെ അരിച്ചിറങ്ങി. മാറിടവും പിന്നിട്ട് പൊക്കിൾ ചുഴിയിലെത്തിയതും നാവ് കൊണ്ട് അവളുടെ പൊക്കിളിൻ്റെ ആഴങ്ങൾ തേടുമ്പോൾ പെണ്ണ് തല പിന്നിലേക്ക് വളച്ച് ശിവയുടെ മുടിയിൽ കൈകൊണ്ട് കൊരുത്തു പിടിച്ചു. ശിവയുടെ ചുണ്ടും നാവും അവളുടെ വയറിൽ നിന്നും ഇഴഞ്ഞു നടക്കുന്നതിന് ശേഷം ശിവയുടെ ചുണ്ടും നാവും അവളുടെ വയറിനു ചുറ്റും ഇടഞ്ഞതിനു ശേഷം അത് നുകരുമ്പോൾ നീലു രസച്ചിടരൻ്റെ ഉത്തുംഗ ശൃംഗത്തിലായിരുന്നു. ശിവേട്ടാ, അവൻ്റെ നാവ് രചിക്കുന്ന അനുഭൂതിയിൽ അവളുടെ ശരീരം ഉയർന്നു താണു. ഒടുവിൽ ശിവ അവൾക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ അവൻ്റെ ഇടുപ്പിൻ്റെ താളത്തിനൊത്ത് അവളുടെ ഇടുപ്പും ചലിച്ചുകൊണ്ടേയിരുന്നു. ഇരുവരുടെയും ചുണ്ടുകൾ തമ്മിൽ വീണ്ടും കൊരുത്തു. ഒടുവിൽ തമ്മിൽ വിയർപ്പ് തുള്ളികൾ പോലും ഒന്നായി മാറി. നീലുവിൻ്റെ മുടിയിൽ കൊരുത്തു പിന്നിലേക്ക് വലിച്ചു ശിവ. അവൻ്റെ ചലനം ദ്രുതഗതിയിലായി. ഇരുവരുടെയും ശീൽക്കാരം മുറിയിലെ 4 ചുവരുകൾക്കുള്ളിൽ തട്ടി നിന്നു. അവളിലേക്ക് തളർച്ചയോടെ ശിവ വീണു. നീലു അവനെ ചേർത്ത് പിടിച്ചു. അവളിൽ നിന്നും ശിവ താഴേക്ക് മാറിക്കിടന്നു. നീലു ബെഡ്ഷീറ്റ് വലിച്ചു പുതച്ചു. അപ്പോഴും ശിവ നീലുവിനെ പ്രണയത്തോടു കൂടി നോക്കി കിടക്കുകയായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും നിന്നിലുള്ള കൊതി കൂടി വരികയാണ് പെണ്ണെ. അവളുടെ ചുവന്നു വിടർന്ന ചുണ്ടുകളിൽ ഒന്നുകൂടി ചുണ്ടു ചേർത്ത് നുണഞ്ഞു. അവൾ അവനെ തള്ളി മാറ്റി. ശിവ ബെഡ്ഷീറ്റ് മാറ്റി അവൻ്റെ ദന്തം തീർത്ത ഇടങ്ങളിൽ ചുണ്ടു ചേർത്തു. അവളെയും എടുത്ത് വാഷ്റൂമിലേക്ക് പോയി. ഇളം ചൂടുവെള്ളത്തിൽ മേൽ കഴുകി തിരികെ വന്നു ശിവ ബോക്സർ എടുത്തണിഞ്ഞു. നീലു നൈറ്റ് ഡ്രസ് ഇട്ട് കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നു. പെണ്ണിൻ്റെ കണ്ണു മെഴിഞ്ഞു. ശിവേട്ട, ഇത് കണ്ടോ എൻ്റെ കഴുത്തിൽ? അയ്യേ, ഞാൻ എങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കും? അതിന് കഴുത്തിലെ പാടും അമ്മയുടെ മുഖത്ത് നോക്കും തമ്മിൽ എന്ത് ബന്ധം? ഞാൻ എപ്പോഴും പറയില്ലേ എൻ്റെ കഴുത്തിൽ ഇങ്ങനെ. എങ്ങനെ പോ ശിവേട്ട. പൊന്നു മോളെ, നീ ഇങ്ങനെ ബ്ലഷ് അടിക്കല്ലേ. ശിവേട്ടൻ അവളുടെ നേർക്ക് ചുണ്ടും കൂർപ്പിച്ചു വന്നു. അവളെ എടുത്തുകൊണ്ട് അവൻ പിന്നെയും ബെഡിലേക്ക് മറിഞ്ഞു. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതും അവനെ ഉന്തി മാറ്റി അവൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി.
നന്ദു വീട്ടിൽ വന്നിട്ട് 3 ദിവസമായി. 2 ദിവസം കൂടി കഴിഞ്ഞാൽ രമേശൻ്റെയും മൃദുവിൻ്റെയും രജിസ്റ്റർ മാരേജാണ്. ആർഭാടമൊന്നുമില്ലെങ്കിലും 2 പേർക്കും വിവാഹത്തിനായി പുതിയ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. മഞ്ഞയിൽ പച്ച ബോർഡറുള്ള കാഞ്ചീപുരം പട്ടുസാരിയാണ് മൃദുവിനെടുത്തത്. ഒന്നും വേണ്ടെന്ന് നിർബന്ധം പറഞ്ഞു മൃദുവെങ്കിലും സത്യയും നന്ദുവും ചേർന്ന് നിർബന്ധിച്ചു. ഏട്ടത്തിക്ക് അത്യാവശ്യത്തിനുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് എടുക്കണം അമ്മേ. നന്ദുവും രമേശനും കൂടിയിരുന്ന് സംസാരിക്കുമ്പോഴാണ് മൃദുൽ അവിടേക്ക് വന്നത്. ഓർണമെൻറ്റ്സ് ഒന്നും വേണ്ടമ്മേ, ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നല്ലേ ഉള്ളൂ. കല്യാണത്തിന് മതി അതെല്ലാം. അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോൾ ഒന്നിനും ഉത്സാഹവും തോന്നുന്നില്ല. വല്ലാത്ത ശൂന്യതയാണ്. മോൾ അങ്ങനെ ഒന്നും പറയരുത്. നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? ആരുമില്ലെന്ന തോന്നൽ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതാദ്യം മാറണം. രമേശ് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ഏട്ടത്തി, ഏട്ടന് വിഷമമായി എന്ന് തോന്നുന്നു. നന്ദു രമേശൻ പോയ ഭാഗത്തേക്ക് നോക്കി പറഞ്ഞു. ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ രജിസ്റ്റർ മാരേജിന്. അപ്പോൾ ഏട്ടത്തി ഇങ്ങനെ പറഞ്ഞാൽ ഏട്ടനത് സങ്കടമാവില്ലേ? ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല മോളെ. ഏട്ടത്തി ചെന്ന് ഏട്ടനോട് സംസാരിക്കും. മൃദുല റൂമിൽ ചെല്ലുമ്പോൾ രമേശൻ കണ്ണിന് മീതെ കയ്യും വെച്ച് കിടക്കുന്നു. മൃദുല ബെഡിലിരുന്നതും രമേശൻ കൈയെടുത്ത് മാറ്റി എഴുന്നേറ്റ് ബെഡിൽ ചാരിയിരുന്നു. തനിക്ക് വിവാഹത്തിന് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ വിവാഹം വേണ്ടെന്ന് വയ്ക്കാം. രമേശൻ പറയുമ്പോൾ അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? വിവാഹം വേണ്ടെന്നാണോ? അതോ ഞാൻ ആരോരും ഇല്ലാത്തവളായതുകൊണ്ട് എന്നെ വേണ്ടെന്നാണോ? എടി, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? എനിക്ക് നിന്നെ വേണ്ടെന്നോ? അങ്ങനാണോ നീ എൻ്റെ എത്രമാത്രം സ്നേഹിച്ചുകൊണ്ടാണ് എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായത്? എന്നിട്ട് നമ്മുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷം വരുമ്പോൾ നീ ഇങ്ങനെ. എനിക്ക് അമ്മയില്ല എന്ന സത്യത്തെ ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിയുന്നില്ല രമേശ. അച്ഛൻ പോയതിൽ പിന്നെ എനിക്ക് അമ്മയ്ക്ക് ഞാനും മാത്രമായിരുന്നു ഞങ്ങളുടെ ലോകം. അവിടേക്ക് ഞാൻ രമേശനെ കൂടെ ചേർത്ത് വെച്ചു. പക്ഷേ അമ്മ പെട്ടെന്ന് പോയപ്പോൾ മൃദുല വിതുമ്പൽ കടിച്ചു പിടിച്ചു. എൻ്റെ വിവാഹം അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. പക്ഷേ അത് കാണാൻ പോലും അമ്മ നിന്നില്ല. എനിക്കതാണ് ഏറ്റവും സങ്കടം. നമ്മുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമായിരുന്നു അമ്മ മരിച്ചതെങ്കിൽ പോലും എന്നെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ച് ആ സന്തോഷത്തിലാണല്ലോ അമ്മ പോയതെന്ന് സമാധാനിപ്പിക്കാമായിരുന്നു. മൃദു, ഇതൊക്കെ നിൻ്റെ തോന്നലാണ്. നമ്മുടെ വിവാഹ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടല്ലേ അമ്മ പോയത്. നീ ഇങ്ങനെ സങ്കടപ്പെട്ടാൽ അമ്മയുടെ ആത്മാവിന് പോലും ശാന്തി കിട്ടില്ല. അതല്ല, രജിസ്റ്റർ മാരേജ് ഇപ്പോൾ നടത്തേണ്ട. 1 വർഷം കഴിഞ്ഞിട്ട് വിവാഹം മതി എന്നാണെങ്കിൽ ഞാൻ ഒരുക്കമാണ്. നീ സങ്കടപ്പെട്ട് കാണരുതെന്നേ ഉള്ളൂ. രജിസ്റ്റർ മാരേജിന് എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. രമേശൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. എന്നാൽ ഈ സങ്കടമൊക്കെ മാറ്റിവെച്ച് മുഖത്തൽപ്പം സന്തോഷമാവാം. ഈ മുഖഭാവം കണ്ടാൽ തോന്നും ഇഷ്ടമില്ലാത്ത ആരെയോ നിർബന്ധിച്ച് തലയിൽ കെട്ടിവെക്കുകയാണെന്ന്. അതല്ല, ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും കുറ്റമോ കുറമോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളുമായി വിവാഹം നടത്താം. ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്ന് ഇതൊക്കെ ചെയ്തു തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. രമേശൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ മൃദുല ചിരിച്ചു. രമേശൻ അവളെ നെഞ്ചത്തേക്ക് ചേർത്ത് പിടിച്ചു. അവളാ ചേർത്ത് പിടിക്കൽ ശരിക്കും ആഗ്രഹിച്ചിരുന്നത് പോലെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. അവളുടെ സങ്കടങ്ങൾ മുഴുവൻ കണ്ണുനീരായി പുറത്തേക്ക് വന്നു. രമേശന് മനസ്സിലാകുന്നുണ്ടായിരുന്നു അവളുടെ അവസ്ഥ. അമ്മയും നന്ദുവും അച്ഛനും വല്യച്ഛനും ഒക്കെ മാറി മാറി ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അവൾ തൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വീട്ടിലെ അവസ്ഥയിൽ അവൻ അതിന് കഴിയുമായിരുന്നില്ല. ഇപ്പോഴും ആരെങ്കിലുമൊക്കെ അവളുടെ കൂടെ കാണും. ദൂരത്തു നിന്നുള്ള ഒരു നോട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ ആശ്വാസം. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം അവളുടെ സങ്കടം കൂട്ടിയത്. അവളെയും ചേർത്ത് പിടിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ ഇരുവരുടെയും മനസ്സിൽ നിന്ന് ഭാരം ഇറങ്ങിപ്പോയതുപോലെ തോന്നി. അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി കണ്ണും മുഖവും തുടച്ചു കൊടുത്തു. ഇതുപോലെ എപ്പോഴും ചേർത്ത് നിർത്താനാണ് പെണ്ണെ രജിസ്റ്റർ മാരേജ് എങ്കിൽ രജിസ്റ്റർ മാരേജ്, അത് നടക്കട്ടെ എന്ന് കരുതിയത്. അപ്പോൾ എനിക്ക് ആരെയും പേടിക്കാതെ എൻ്റെ പെണ്ണിനെ അടുത്തേക്ക് വരാമല്ലോ. ഇതുപോലെ ഇടയ്ക്കെങ്കിലും ചേർത്ത് പിടിക്കാമല്ലോ. എപ്പോഴും എൻ്റെ മാറിൽ ചേർത്ത് പിടിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ സമയവും സാഹചര്യവും അതിന് അനുവദിക്കാറില്ല പലപ്പോഴും. എൻ്റെ പരിമിതികൾ മറ്റാരെക്കാളും നന്നായി നിനക്കറിയില്ലേ? മൃദുല എല്ലാം തലയാട്ടി കേട്ടു. സത്യ അകത്തേക്ക് കയറി വരുമ്പോൾ രമേശിൻ്റെ തോളിൽ തലചായ്ച്ചിരിക്കുന്ന മൃദുലയാണ് കണ്ടത്. അവൻ പെട്ടെന്ന് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. സോറി അളിയ, സോറി. മൃദുല രമേശനിൽ നിന്നും മാറിയിരുന്നു. അങ്ങനെ അളിയന് കാണാൻ പറ്റാത്തതായി ഇവിടെ ഒന്നുമില്ല, ഇങ്ങോട്ട് കയറി വാ. സത്യ അത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി. എന്താണ് മണവാളനും മണവാട്ടിയും കൂടി നേരത്തെ മണിയറയിൽ കയറിയത്? എൻ്റെ പെണ്ണിനെ ഒരുപാട് സംശയങ്ങൾ. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണോ, വിവാഹം കഴിക്കണോ, അങ്ങനെ അതെല്ലാം ഒന്ന് മാറ്റിക്കൊടുക്കാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് പെട്ടെന്നാക്കാമെന്ന് കരുതിയത്. അപ്പോഴേക്കും രമേശനുള്ള ഡ്രസ്സുമായി നന്ദുവും റൂമിലേക്ക് എത്തി. തുടരും.